2025 വിട പറയാൻ പോകുകയാണ്. ഈ വർഷം മലയാള സിനിമയ്ക്ക് ഉണ്ടായ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയി കഥ പറയുന്ന ഇൻഡസ്ട്രിയായി മോളിവുഡ് തുടരുന്നതിനും 2025 കാരണമായി. എന്നാൽ 2025 നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട കുറച്ച് മലയാള സിനിമകളെ കുറിച്ച് പറയാം. ആദ്യം തന്നെ ബേസിലിന്റെ പൊന്മാൻ. കേരളത്തിലെ കൊല്ലം തീരത്തെ സ്ത്രീധന സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഒരു ശക്തമായ കാഴ്ചപ്പാടാണ് ഈ സിനിമ. ബേസിൽ ജോസഫിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് പൊന്മാനിലെ അജേഷ് എന്ന കഥാപാത്രം. മധ്യവർഗ മലയാളിയുടെ ജീവിതത്തിലെ ആകുലതകളും അവസാനിക്കാത്ത ഓട്ടപ്പാച്ചിലും നിസ്സഹായതയും തുറന്നു കാണിച്ച സിനിമ കൂടിയായിരുന്നു പൊന്മാൻ. ഈ വർഷത്തെ ഏറ്റവും മികച്ച സീനുകളിലൊന്നാണ് പൊന്മാനിലെ ബേസിലിന്റെ മോണോലോഗ്. ജ്യോതിശങ്കറിന്റെ സംവിധാനത്തിൽ വെറും കാഴ്ചപ്പൂരത്തിന് മാത്രമായി ഒതുങ്ങാതെ പ്രേക്ഷകന്റെ ഉള്ളു തൊടുന്ന രീതിയിൽ മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സിനിമയാണിത്. സംവിധായകൻ ഷാഹി കബീർ തന്റെ സ്വതസിദ്ധമായ പോലീസ് സ്റ്റോറി ട്രാക്കിലേക്ക് ഗംഭീരമായി തിരിച്ചെത്തിയ ചിത്രമാണ് റോന്ത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന് ലഭിച്ച സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് ശേഷം ഷാഹി കബീർ എന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും കരുത്ത് തെളിയിക്കുന്ന ഒരു സ്ലോബൻ ത്രില്ലറാണ് ഇത്. പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങളെയും അവരുടെ ഔദ്യോഗിക ജീവിതത്തിലെ സങ്കീർണതകളെയും ആഴത്തിൽ സമീപിച്ച ഷാഹി കബീറിന്റെ മറ്റൊരു സിനിമ കൂടിയാണിത്. മലയാള സിനിമയിലെ സൂപ്പർ ഹീറോ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്ന ചിത്രമാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര. വെറും ഗ്രാഫിക്സ് മികവിന് പുറമെ അർത്ഥവത്തായ ഒരു കഥ എങ്ങനെ സിനിമയെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. കല്യാണി പ്രിയദർശനാണ് കേന്ദ്ര കഥാപാത്രമായ കല്ലിയങ്ങാട്ട് നീലിയെ അവതരിപ്പിക്കുന്നത്. ഐതിഹ്യങ്ങളിലെ കടമറ്റത്ത് കത്തനാർ കഥകളിലെ വില്ലത്തിയായ കല്ലിയങ്ങാട്ട് നീലിയെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രക്ഷകയായി ചിത്രീകരിക്കുന്നതിലൂടെ മുഖ്യധാരാ സിനിമകളിലെ വരേണ്യബോധ്യങ്ങളെ ഈ ചിത്രം മാറ്റിയെഴുതുന്നു. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയോട് ചേർന്ന് നിൽക്കുന്ന മികച്ചൊരു സ്ത്രീപക്ഷ സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. സ്ത്രീകൾ ശബ്ദമുയർത്തുമ്പോൾ പുരുഷാധിപത്യം എങ്ങനെ തകരുന്നു എന്ന് ഈ ചിത്രം ലളിതമായി കാണിച്ചു തരുന്നു. ഒരു മതവിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കാതെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തു എന്നതാണ് സിനിമയുടെ പ്രത്യേകത. ഷംല ഹംസയെ മികച്ച നടിക്കുള്ള അവാർഡിന് അർഹയാക്കിയ അഭിനയം ഈ സിനിമയിലെ ആശയത്തെ അങ്ങേയറ്റം മനോഹരമാക്കി. ജംപ് സ്കെയറുകളെക്കാൾ അന്തരീക്ഷത്തെ ആശ്രയിച്ചുള്ള ഒരു അസാധാരണ ഹൊറർ സിനിമയാണ് രാഹുൽ സദാശിവൻ ഒരുക്കിയ DS ഇറ എന്ന ചിത്രം. പ്രണവ് മോഹൻലാൽ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വേഷത്തിലെത്തുമ്പോൾ ജ്യോതിശങ്കറിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ക്രിസ്റ്റോ സേവിയറിന്റെ വേട്ടയാടുന്ന സംഗീതവും DS ഇറയെ മികച്ചതാക്കുന്നു. ദിൻജിത്ത് അയ്യത്താനും ബാഹുൽ രമേഷും ചേർന്ന് സംവിധാനം ചെയ്ത എക്കോ സംരക്ഷണം എന്ന രാഷ്ട്രീയത്തിന്റെ ശക്തമായ ഒരു പര്യവേക്ഷണമാണ്. സന്ദീപ് പ്രദീപിന്റെ ശ്രദ്ധേയമായ പ്രകടനം അവതരിപ്പിക്കുന്ന ഈ ചിത്രം മൂർച്ചയുള്ള എഴുത്തും മികച്ച കഥ പറച്ചിലും ചേർന്ന ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രം കൂടിയായി. മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായ ഫാസിൽ റസാഖിന്റെ ചിത്രമാണ് തടവ്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നമ്മെ സ്വതന്ത്രമാക്കുന്നുണ്ടോ അതോ മറ്റൊരു തരത്തിൽ തടവറയായി മാറുന്നുണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്ന സിനിമയാണിത്. ജയിലിന് പുറത്തുള്ള ജീവിതത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചുള്ള തടവ് ബീന ആർ ചന്ദ്രന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിക്കൊടുത്തു. വിനോദ് AK സംവിധാനം ചെയ്ത മൂൺവാക്ക് എന്ന ചിത്രം മൈക്കിൾ ജാക്സണെയും അദ്ദേഹത്തിന്റെ നൃത്തത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. 1980കളുടെ അവസാനത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ ചിത്രം നർത്തകരാകാനുള്ള സ്വപ്നങ്ങളെ പിന്തുടരുന്നതിനിടയിൽ ദാരിദ്ര്യത്തോട് മല്ലിടുന്ന ഒരു കൂട്ടം കൗമാരക്കാരുടെ ജീവിതമാണ് കാണിക്കുന്നത്. അനാവശ്യമായ വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത ഈ സിനിമ വളരെ മികച്ചൊരു എന്റർടൈനറാണ്. ഡോക്യുമെന്ററിയും മോക്യുമെന്ററിയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സംവിധായകൻ ജിതിൻ ഐസക് തോമസിന്റെ പരീക്ഷണ ചിത്രമാണ് പാത്ത്. ഒരു ഗാനത്തിന്റെ ഉത്ഭവത്തെ അന്വേഷിക്കുന്നതോടൊപ്പം മനുഷ്യ രാഷ്ട്രീയത്തിന്റെയും അതിജീവനത്തിന്റെയും കഥകൾ കൂടി പറയുന്നുണ്ട് ഈ ചിത്രം. ഈ വർഷത്തെ ഏറ്റവും അസാധാരണമായ സിനിമാറ്റിക് അനുഭവങ്ങളിലൊന്നായി ഈ സിനിമ വേറിട്ട് നിൽക്കുന്നു. താരമൂല്യത്തെക്കാൾ മൂല്യമുണ്ട് കണ്ടന്റിന് എന്ന മലയാള സിനിമ ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമാ ലോകത്തിന് കാണിച്ചു കൊടുത്ത വർഷം കൂടിയായിരുന്നു 2025. 2025
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കമൻറ്റ് ചെയ്യാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.